2 തവണ നമ്മുടെ ഓഫീസിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. ഒരു കല്ല് ഇതായി വരാന്തയിലാണ് കിടന്നിരുന്നത്. ഒന്ന് നമ്മുടെ മുകളിലെ ചില്ല് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം അറിഞ്ഞ് ആളുകൾ ഓടിക്കൂടുക ചെയ്തത്. ഞാനത് അറിഞ്ഞിട്ടാണ് വന്നത്. രാജേഷ് ഇവിടുന്ന് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ചെയ്തത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ചെറുപ്പക്കാരാകെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അവരെ കൺസോൾ ചെയ്യണമെങ്കിൽ ഒരു ചെറിയ പ്രകടനമെങ്കിലും പ്രതിഷേധ പ്രകടനമെങ്കിലും നടത്തണം എന്നുള്ളതാണ് വന്നത്. രാജേഷ് അതപ്പോൾ ഒരു വീഡിയോക്കാരനോട് പറയുന്നുണ്ട്, ഞങ്ങൾ വേറെ ഒരു ഉദ്ദേശവുമില്ല, ഞങ്ങൾക്ക് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമാണെന്നെല്ലാം പറയുന്നുണ്ട്. ആ പ്രതിഷേധ പ്രകടനം കോഴിക്കോട് റോഡിൽ പോയപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വസ്തുതയാണ്. രാജേഷും ശ്യാമും എല്ലാം മുൻകൈ എടുത്തത് പരിഹരിക്കാൻ പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാ കുട്ടികളും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ MLA ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ CPM ഓഫീസിന് നേരെ നടന്ന ആക്രമണം, കല്ലേറ്, അത് കെട്ടുകഥയാണെന്നും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ നടന്ന ആക്രമണം മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ എന്നുള്ള ഒരു നെറേഷൻ സൃഷ്ടിക്കുകയാണ്, ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. അത് തികച്ചും തെറ്റായൊരു നടപടിയാണ്. MLA പോലൊരാൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണിതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഈ MLA ഇവിടെ വന്നതിന് ശേഷം പെരിന്തൽമണ്ണയുടെ പൊളിറ്റിക്കൽ കൾച്ചറിന് തന്നെ ഒരു മാറ്റം വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ ഇപ്പോൾ ഈ ഓഫീസിൽ വരാൻ തുടങ്ങിയിട്ടൊരു 10-40 കൊല്ലമായി. ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം ഇവിടെ ഈ പെരിന്തൽമണ്ണയിൽ ഉണ്ടായിട്ടില്ല. അപ്പം അത്തരമൊരു കൾച്ചർ ഇവിടെ വളർന്നു വരികയാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നല്ലവരുണ്ടല്ലോ, അവരത് തിരിച്ചറിയണം. ഇത് നമ്മുടെ വള്ളുവനാടിൻ്റെ കൾച്ചറല്ല, ഇതൊരു ഹീനമായ രാഷ്ട്രീയമാണ്. അതിനെ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പെരിന്തൽമണ്ണയിലെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹകരണവും CPM ഭാഗത്തുനിന്നുണ്ടാവും.